നമ്മൾ ആരാണെന്ന് മനസ്സിലായിട്ടില്ല. ഒന്ന് മനസ്സിലാക്കി കൊടുക്ക. ഏത് പിന്നെ എൽബോർഡാണ് അത്? നിനക്കൊക്കെ ആരുടെ ലൈസൻസ് തന്നത്? അവനെ വെറുതെ വിടില്ല. എടാ എങ്ങനെയാണ് ഓടുന്നത്? അവൻ മലപ്പൂർവ്വം കൊണ്ട് ഇടിപ്പിക്കുന്നതാണ്. എന്താടാ? ഹലോ മണിമാരൻ. ചെല്ലോന്ന് വിളിക്കാത്തോണ്ട് ദേഷ്യപ്പെട്ടതല്ലേ? അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ചെല്ലോന്ന് വിളിച്ചത്. സൂപ്പർ സർ. സാറ് 100 ആയുസാണ്. ഒരു ലോറിക്കാർ ഞങ്ങൾ ഇടിക്കാൻ വരികയാണ്. ഞങ്ങൾ കൊല്ലാൻ നോക്കാണ് സർ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അവരോട് പറഞ്ഞ് അടുത്ത ചെക്ക് പോസ്റ്റ് വെച്ച് അവനെ പിടിച്ച് അകത്താക്കി സർ. എടാ അവരെ അയച്ചത് ഞാൻ തന്നെ. മിസ്റ്റർ മധ്യപെരുമാൾ ലൈനിലുണ്ടല്ലോ അല്ലേ? സാറേ മണിമാരനാ. സമയമായി. തട്ടിക്കോട്ടെ. ലേറ്റായി സാറേ. ചരക്ക് സപ്ലൈ ചെയ്യാനുള്ളതാ. നിങ്ങൾ രണ്ടുപേരും ചെയ്ത കാര്യത്തിന് രക്തം തുള്ളി തുള്ളിയായി വീഴുന്നതിന് മുമ്പ് എന്റെ മുന്നിൽ വന്ന് നിൽക്കണം. പെരുമാൾ കൊണ്ടുവന്നോളും. പെരുമാൾ യുവർ ടൈം സ്റ്റാർട്ട് നൗ. ആയുഷ്മാൻ ഭവ. കാച്ചിക്കോ കാച്ചിക്കോ. വളക്കേ വളച്ചൊടിച്ച് മറിച്ചിട്. എനിക്കൊരു കൺഗ്രാജുലേഷൻ പറ. എന്തിനാടാ? കാരണം ഇതിന്റെ ഫസ്റ്റ് ആക്സിഡന്റ് ആണ്. എന്താണോ ഇത്? എന്തായി കാണുന്നേ? 140 കിലോമീറ്റർ ലോറി വന്ന് കാറിൽ ഇടിച്ചു കഴിയുമ്പോ കയ്യും കാലക്കൊടി ചോര തെറിച്ചിട്ട് വേണ്ടേ കൊണ്ടുവരാനായിട്ട്? എടാ പറഞ്ഞേക്ക്. അയാൾ ആൾക്കാരെ സംസാരിച്ച് വെറുപ്പിച്ച് കൊല്ലുന്ന ആളാണ്. ഇപ്പൊ ആളെ വിട്ട് കൊല്ലാൻ നോക്കുന്നു. നമുക്ക് എസ്കേപ്പ് ആളിയാ. ഓൾറെഡി എസ്കേപ്പ് ആയതുകൊണ്ട് ഇത്രയും പ്രശ്നം എന്താണെങ്കിൽ നേരിട്ട് ഫേസ് ചെയ്യാം. പോരാ, ഇത്രയും രക്തം കണ്ടാ പോരാ. It is blunder mistake, sir. Forgive, sir. ഡോ മണിമാരാ. സാർ നിങ്ങളെ വിളിക്കണ ഉണ്ടല്ലോ. എടാളിയാ വേണ്ട, നീ ആ ലെവലിലേക്ക് വളർന്നിട്ടില്ല. അതെനിക്കും അറിയാളിയാ. ബട്ട് സിറ്റുവേഷൻ ഇസ് ഫോഴ്സിംഗ് മീ ടു ആക്ഷൻ. കർത്താവായ യേശു, പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ് മീ. ഓക്കേ ബിലാൽ ജി, പ്രൊസീഡ്. ജി ഹാ. ആരിവൻ ആരിവൻ കൈതൂക്കി പോയിടുന്നു പൈതൽ പോലെ നിന്റെ മേലെ. അതാ ഞാൻ ആലോചിച്ചേ. നാട്ടിൽ എത്ര പാർട്ടി ഉണ്ടെങ്കിലും ഇലക്ഷന് മുമ്പ് ആരാണോ ആദ്യം കൈക്കൂലി തരുന്നത് അവർക്കല്ലേ നമ്മൾ ആദ്യം ചെന്ന് വോട്ട് ഇടുന്നത്. അതല്ലേ നമ്മുടെ നാട്ടിലെ കൾച്ചറും റൂളും റെഗുലേഷൻസ് ഒക്കെ. ഓരോ നാണുള്ളത് 50,000 രൂപ കൈക്കൂലി വാങ്ങിയിട്ട് ഇങ്ങനെ പണി തരാൻ നിൽക്കുകയാണോ? താനൊക്കെ മനുഷ്യനാണോടോ? ഞാൻ മനുഷ്യൻ തന്നെയാ, പക്ഷെ നീ എത്രമാത്രം ഫ്രോഡാണെന്ന് ഇയാള് പറഞ്ഞുതരും. പറയടാ. 49,000 രൂപയുടെ ചെക്ക് തന്നില്ല നിന്റെ ചേച്ചിക്ക്. അതെ, അതിനിപ്പോ എന്താ? ആ ചെക്ക് എടുത്തോണ്ട് എന്റെ ഭാര്യയെ കാണാനായിട്ട് സന്തോഷമായിട്ട് ഞാൻ പോയി. പക്ഷെ നിങ്ങൾ രണ്ടുപേരും എനിക്ക് ചെയ്തു വെച്ച ആ കർമ്മത്തിന് നിങ്ങളെ ആ ദേവി വെറുതെ വിടില്ലടാ. അയ്യോ, ഈ ചെക്ക് ആർക്ക് കൊടുത്താലാ കാശ് കിട്ടുന്ന അറിയില്ല. ദൈവം ആർക്കാണോ കൊടുക്കേണ്ടത്? ആ ദൈവം കൊടുക്കണ്ടേ. മാറാ, ഒന്ന് മാറാ. ദൈവം പ്രതിക്കൊണ്ട് പോ. ദൈവമേ ക്ഷമിക്കണേ. ഇപ്പൊ പോയിട്ട് ജീവനോടെ ഉണ്ടെങ്കിൽ ഒരു 45 കൊല്ലം കഴിഞ്ഞു വരും. അപ്പൊ തരാം. ഇത് ആക്കുകയാണ് പോലീസ്. ഇത് കണ്ടോ, 2016 പകരം 2061 എഴുതിയിരിക്കുന്നു. വല്ലതും മനസ്സിലായോ? എന്റെ ശരീരത്തിന്റെ എല്ലിന്റെ എണ്ണ ഇപ്പൊ കൂടുതല. ദൈവമേ, നീ എനിക്ക് തന്ന ഈ നല്ല പണിക്ക് നല്ലൊരു മറുപണി ഉണ്ടോ? അക്കൗണ്ടിൽ 1 രൂപ പോലും ഇല്ലായിരുന്നല്ലേ. ഫ്യൂച്ചറിൽ എന്തായാലും സമ്പാദിക്കല്ലോ. അതുകൊണ്ടാണ് ഞാൻ 2016 എന്നുള്ളത് 61 ആക്കി മാറ്റിയത്. മരം മണ്ട എല്ലാത്തിനും ചേർത്തുകൂട്ടി ഇപ്പൊ തരും.
ഈ ബോഡിയുടെ പേരെന്താ? ഈ ബോഡി പേര് കുമാറാണ് സാർ. എങ്ങനെയാ മരിച്ചത്? ഓടിയോ? ആക്സിഡന്റ് ആയ സ്ഥലത്ത് ബ്ലഡ് ലോക്കായി സ്പോട്ട് ഔട്ട് സാർ. സ്പോട്ട് ഔട്ടോ? ഈ ബോഡിയുടെ പേര് ബാലാജി എന്നാണ് സാർ. ഇദ്ദേഹത്തിന് ദേഹത്ത് ചെറിയ പരിക്ക് പോലും ഇല്ല സാർ. പക്ഷെ അപകടത്തെ കുറിച്ച് അറിഞ്ഞപ്പോ തന്നെ പേടി കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോയി സാർ. ഈ ബോഡികളൊക്കെ കീറി മുറിച്ചെടുത്തില്ലേ? ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താ ഉണ്ടായത്? 80% ആൽക്കഹോൾ സാർ. കഞ്ചാവ് 20%. ഗുഡ് ഗുഡ് ഗുഡ്. അല്ല, നമ്മുടെ ഈ കേരളത്തിലും പോണ്ടിച്ചേരിയിലുമുള്ള പേപ്പറിന്റെ ഹെഡിങ് എന്തായിരിക്കും? കേരള പോണ്ടിച്ചേരി ദേശീയപാതയിൽ ഭയങ്കര അപകടം, 2 യുവാക്കൾ മരണം, അൽഖ്വയ്ദയുമായി ബന്ധമുണ്ട്. പോണ്ടിയിൽ പരിതാപമായ സംഭവം, 2 ചെറുപ്പക്കാര് മരണമടഞ്ഞു. മരണം നിങ്ങൾ പറഞ്ഞു. അതെ. അപ്പൊ ബലി ISIയുടെ കറുത്ത കൈകൾ. ഈ വാർത്തകളൊക്കെ ടിവിയിൽ എങ്ങനെയാ വരിക? നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരള പോണ്ടിച്ചേരിക്കിടയിലുള്ള ദേശീയപാതയിൽ ഏഷ്യയിൽ വെച്ച് ഏറ്റവും ഭയങ്കരമായ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു. ആ അപകടത്തെ കുറിച്ച് പറയുവാനായി ഞങ്ങളുടെ പ്രത്യേക റിപ്പോർട്ടർ കമൽ പോണ്ടിച്ചേരിയിൽ നിന്നും നമ്മളുമായി ബന്ധപ്പെടുന്നു. കമൽ, നിങ്ങൾ ലൈനിൽ ഉണ്ടോ? പറയൂ സൗമ്യ. ഇപ്പൊ നടന്ന അപകടത്തെ കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറ്റോ? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പോണ്ടിച്ചേരിയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന വഴിക്കാണ് ഈ ഘോരമായ വിപത്ത് നടന്നത്. അതിൽ വണ്ടി ഓടിച്ച ആളുടെ പേരാണ് കുമാർ. അയാളുടെ ശരീരഭാഗങ്ങളൊക്കെ അവിടെ ഇവിടെ ചതറിക്കിടക്കുകയായിരുന്നു. കൈയും കാലും ഒക്കെ ചതഞ്ഞു കിടന്നു, തലച്ചോറ് പുറത്തു കിടന്നു. അയാളുടെ കൂടെ വന്ന ആള് ബാലാജിയാണ്. ശരീരത്തിൽ യാതൊരു കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒത്തിരി സംസാരിക്കുന്ന ഒരാളാ. അതുകൊണ്ട് വാ മാത്രം തനിച്ച് തെറിച്ച് പുറത്തു പോയി. അത് ഒരു ടീം തേടിക്കൊണ്ടിരിക്കുക. ഓക്കെ കമൽ, ഇപ്പൊ മരിച്ച ഡെഡ് ബോഡിയുടെ മേൽ പോലീസുകാർ എന്തൊക്കെ കേസാ ഇട്ടിരിക്കുന്നേ? ഈ 2 ബോഡിയുടെ പുറത്തും മിസ്റ്റർ മണിമാരൻ 3 കേസുകൾ വെച്ച് ചാർത്തിയിട്ടുണ്ട്. അതിലൊന്ന് മദ്യം കഴിച്ച് അതിവേഗത്തിൽ വണ്ടി ഓടിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തത് ഹെറോയിൻ, ഗഞ്ച, ഗ്രാസ് പോലുള്ള മയക്കുമരുന്നുകൾ കടത്തി എന്നുള്ള പേരിലാണ്. മൂന്നാമത്തത് സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്നതിന്റെ കൂടെ അയാളുടെ പാന്റ് ബെൽറ്റും ഇട്ടില്ല എന്നുള്ളതാണ്. ദുഃഖകരം തന്നെ. ഇവിടെ നല്ല കൂട്ടമായ കാരണം ഇവിടെ സംസാരിക്കാൻ പറ്റുന്നില്ല. കുറച്ച് സുരക്ഷിതമായ സ്ഥലത്ത് നിൽക്കൂ, കാരണം അവിടെ സിറ്റുവേഷൻ ഭയാനകമാണെന്ന് പറയുന്നു. ക്യാമറാമാൻ ശക്തി ശർവണന്റെ കൂടെ പോണ്ടിയിൽ നിന്ന് കമൽ. കായിക വാർത്തകൾ തീർന്നു. അടുത്ത പ്രധാന വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. വേണമെങ്കിൽ അടിച്ചു കൊന്നു, പക്ഷേ ഈ വാർത്ത ഒന്ന് വായിച്ച് വായിലേക്ക് കൊടുക്ക് സാർ. വേണ്ടത് അടിക്കരുത് പ്ലീസ് പ്ലീസ് സർ. നിങ്ങൾ വിചാരിക്കുന്നില്ല ഞങ്ങൾ കാറിൽ കറങ്ങുന്ന പിള്ളേരല്ല സർ, സാധാ ബൈക്കിൽ കറങ്ങുന്ന പിള്ളേരാ. ഞങ്ങൾക്ക് ഒരുപാട് ജോലിയുണ്ട് സർ. അതെ സാർ, ഈ നാളെ എന്റെ കല്യാണം. സാർ, ഈ കാർ പോലും കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെയാണ്. വലിയ പണക്കാരിയാണ് സാർ. എത്ര കാശ് വെച്ചാലും തരും. ഞങ്ങൾ വെറുതെ വിടണം സാർ. എന്താ പറഞ്ഞത്? എന്ത് കാര്യം പറഞ്ഞാലും മുഴുവൻ അവിടെ കേൾക്കത്തില്ല അല്ലേ സാറേ? നാളെ ഇവന്റെ കല്യാണമാണ്, എത്ര കാശ് വെച്ചാലും തരും. ഞങ്ങൾ വെറുതെ വിടണം എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇതിനിടയ്ക്ക് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് വെച്ച് ഞങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പാടില്ല. ഓക്കെ? ചെല്ലോ, ഇപ്പോ സമയം 5:30. നാളെ രാവിലെ 5:30 മണിക്കുള്ളിൽ 3 ലക്ഷം രൂപ കൊണ്ടുവന്ന് തരണം. ഓൺലി ക്യാഷ്. ഇനി കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 7:30 സ്റ്റാർട്ട് ആവും. നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റാർട്ട് ആയി കഴിഞ്ഞു സാർ. ഇനി ആ 7:30 എന്താണെന്ന് പറഞ്ഞുതരാം. നാളെ നേരെ നിങ്ങളുടെ റിസപ്ഷനിൽ വന്ന് നിന്നെയും ഇവനെയും പിന്നെ നിങ്ങളുടെ ഈ സംഘത്തിന്റെ നേതാവിനെ, അതായത് നീ കെട്ടാൻ പോകുന്ന പെൺകുട്ടി, അളിയ പ്രിയയുടെ കാര്യം പറയുന്നത്. പ്രിയ നൈസ്. ശരിയാവില്ലട്ടാ. 3 പേരെയും അറസ്റ്റ് ചെയ്ത് അവിടെ വെച്ച് നാണം കെടുത്തി ഈ കല്യാണം മുടക്കും. സോ നാളെ രാവിലെ 5:30 മണിക്കുള്ളിൽ 3 ലക്ഷം രൂപ. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കോളാക്കി തന്നല്ലടാ. നിന്നുണ്ടല്ലോ ഞാൻ. ചേട്ടാ പറയൂ സാർ. ഈ സാധാരണ കാപ്പിക്കും കുംഭകോണം കാപ്പിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താ? സാധാരണ കപ്പിൽ കുടിച്ചാ സാധാരണ കാപ്പി, പിച്ചള കപ്പിൽ കുടിച്ചാ കുംഭകോണ കാപ്പി. ഇത്രയും വലിയൊരു തൊഴിൽ രഹസ്യം നിസ്സാരമായിട്ട് പറഞ്ഞല്ലോ. ഓണർ അറിഞ്ഞാൽ വഴക്കറിയില്ലേ? ഞാൻ എന്റെ ജോലി രാവിലെ തന്നെ റിസൈൻ ചെയ്തു സാർ. അടുത്തെന്ത് ചെയ്യാൻ പോകുന്നത്? ഞാൻ അല്ലെങ്കിൽ തന്നെ നല്ല ചൂടില്ല. ഈ സമയത്തോടെ നിന്റെ കോഫി റിസർച്ച് ഡോപ്പോടോ. ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്. ഡു വെൽ. ഗുഡ് ലക്ക്. താങ്ക് യു സാർ. കളിയാ, എല്ലാ പ്രശ്നത്തിനും ഒറ്റ ഒരു കാരണക്കാരൻ നീയാ. എത്രയും പെട്ടെന്ന് 3 ലക്ഷം രൂപ സെറ്റിൽ ചെയ്യാൻ നോക്ക്. സെറ്റിൽ ചെയ്യടാ. അറിയാ, എനിക്ക് ഈ 3 ലക്ഷം ഉണ്ടാക്കാന്ന് പറയുന്ന നിസ്സാരമായ പരിപാടിയാണ്. ഇപ്പോ വിർജിൻ ബോയ്സ് ഗ്രൂപ്പിലെ ഒരേ ഒരു മെസ്സേജ് ഇട്ടാ മതി. 5 മിനിറ്റുള്ളിൽ കാശ് വരും. എങ്ങനെയാന്ന് ചോദിക്കാം. എങ്ങനെ?
ഇത് ഞാനായിട്ടുണ്ടാക്കിയ ഗ്രൂപ്പല്ല, തനിയെ ഉണ്ടായ ഗ്രൂപ്പാണ്. പക്ഷെ ഞാൻ ചെയ്യില്ല. എന്താന്ന് ചോദിക്കേ? എന്താടാ? ഇപ്പൊ ഞാൻ അവരോട് ചോദിച്ചേ 10 പേര് ഹെൽപ്പ് ചെയ്ത് ചാൻസ് കിടക്കാത്ത ആൾക്കാർക്ക് എനിക്ക് ചാൻസ് ഞാൻ ഹെൽപ്പ് ചെയ്തില്ലെന്ന് ചോദിച്ചേ ലൈഫ് മൂട് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ അതുകൊണ്ടാ. എടോ, പെട്ടെന്ന് വാ. ഓളി. ഞാനിപ്പോ തന്നെ വിളിക്കാം. ഹലോ അളിയ, നമ്മുടെ വിർജിൻ ബോയ്സ് ഗ്രൂപ്പിൽ നിന്ന് ഒരു 10 പേരെ കോൺഫറൻസ് ഇട്ടേ. ഇതാ ഇപ്പൊ തന്നെ ഇട്ടേക്കാം. തനിയെ ചേർന്ന ഗ്രൂപ്പാണ്. ഹലോ ഹലോ ബോയ്സ്, നമുക്കൊരു കളി കളിച്ചാലോ? കളിക്കലോ? ആ ഭാഗത്ത് നിങ്ങൾ 10 പേർ, ഇവിടെ ഞാൻ ഒറ്റയാൾ മാത്രം. അടുത്ത 5 മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് നമ്പർ അയച്ചു തരാം. അറ്റ് എ ടൈമിൽ ഒരാൾ വെച്ച് 30,000 രൂപ ട്രാൻസ്ഫർ ചെയ്യണം. ഐ ആം വെയിറ്റിംഗ്. രാജേഷ്, മുകേഷ്, രാജശേഖര, ഗോപി, വിഘ്നേഷ്, ശിവ, പ്രസാദ്, ആധാര, ജ്യോതിഷ, നീയും കട്ട് ചെയ്തു. എന്ത് ഗ്യാങ്ങെന്ന് പറഞ്ഞേ? ഒന്നിനും കൊള്ളത്ത് ഗ്യാങ്ങെന്നോ? എടാ നിന്നോടല്ലേ ചോദിക്കുന്നേ, പറടാ. എടാളിയ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ എയർടെൽ, BSNL, വോഡാഫോൺ, ഐഡിയ ഒക്കെയാണ് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇവർക്ക് എല്ലാവർക്കും ഒരേ സമയത്ത് നെറ്റ്വർക്ക് പോകണമെങ്കിൽ അതിന്റെ കാരണം ആരാണ്? ജിയോ, അംബാനിയുടെ ചതി. നിന്റെ അമ്മായിന്റെ അറിയടാ, നിന്നെ കൊണ്ട് ഒരു 10 പൈസയുടെ ഉപകാരം ഉണ്ടാവില്ലെന്ന് അറിയാം. ഇതെന്റെ പ്രോബ്ലം അല്ലേ, വിട്ടേക്ക്, ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം. ഞാൻ വേണമെങ്കിൽ ഇനി ഒരു അക്ഷരം മിണ്ടരുത്. ഹലോ പ്രിയ. കുമാർ, നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെങ്കിൽ അത് പറ. ദയവ് ചെയ്ത് ഇതുപോലെ പെരുമാറി എന്നെ അപമാനിക്കാൻ നിൽക്കല്ലേ. അതല്ല പ്രിയ, നിന്നോടൊരു കാര്യം മറച്ചു വെച്ചു. എന്താണാവോ? നിന്റെ ലവർ നാൻസി കൺസീവ് ആയോ? അല്ല പ്രിയ, വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ആയി. സ്വിഫ്റ്റ് കാർ വേറൊരു ഓഡി കാറിനെ ഇടിച്ച് പ്രശ്നമായി. ആക്സിഡന്റോ? എന്റെ കാർ എന്ത് പറ്റി? ഫ്രണ്ടിലാണോ ബാക്കിലാണോ ഇടിച്ചത്? ഇൻഷുറൻസ് കാറ്റഗറിക്കുള്ളിൽ വരുമോ? എന്താ ഇത്? ആക്സിഡന്റ് ആയി എന്ന് പറയുമ്പോ അവൾ ആദ്യം കാറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. എന്ത് പെണ്ണാണ് ഇത്? എന്നെ കുറിച്ച് ഒരു വാക്കുപോലും ചോദിച്ചില്ല. എന്റെ വിഷമം മനസ്സിലാളിയ, പക്ഷെ കാശ് ഇങ്ങനെ സംസാരിക്കും. ഹലോ പ്രിയ, അർജന്റായിട്ട് ഒരു 3 ലക്ഷം രൂപ ആവശ്യമുണ്ട്. അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? എന്നെ കൊണ്ടത് പറ്റില്ല. നീ തന്നെ അറേഞ്ച് ചെയ്യ്. സമയത്ത് എത്തില്ലെങ്കിൽ കല്യാണം ക്യാൻസൽ ആവും. ഓ, അടിച്ചു പൊട്ടിക്കടാ ഫോൺ. ആദ്യം അടിച്ചു പൊട്ടിക്കത്. എന്തെങ്കിലും ചെയ്യടാ ആദ്യം. എന്തിനാണ് എടുത്തത്? അളിയ അമ്മയാടാ. ആ പറമ്മേ. കഴിച്ചോ മോനെ? കഴിച്ചോ അമ്മേ? എന്താ വോയിസ് ഡള്ളായിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലമ്മേ, ഒരു പ്രശ്നമില്ല. അച്ഛൻ നല്ല ദേഷ്യത്തിലാ മോനെ. നീ ഒന്ന് വേഗം വരാൻ നോക്ക്. ഞാൻ എത്തിയേക്കമ്മേ. അളിയ, ഒരു ഐഡിയ ഉണ്ട്. നീ ആ നാൻസി ഒന്ന് വിളിച്ചു നോക്കിയേ. അളിയ, ഞാൻ ഇപ്പോഴല്ലേ അവളെ തെറി പറഞ്ഞ് ഫോൺ എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞ് കട്ട് ചെയ്ത്. പിന്നെ എങ്ങനെയാണ് ഞാൻ അവളെ വീണ്ടും വിളിക്കുന്നേ? അളിയ, നാൻസി ലൈനിലുണ്ട്. ഹലോ, എന്തിനാടാ? പ്ലീസ് സംസാരിക്കടാ. കുമാർ. ഹലോ നാൻസി. പറയൂ കുമാർ, ഈ നേരത്തെ എന്തിനാ നീ എന്നെ വിളിച്ചേ? നാൻസി, ഒരു ആക്സിഡന്റ് ആയി. ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. നിനക്ക് എന്തെങ്കിലും കാശിന്റെ ആവശ്യമുണ്ടോ? അളിയ, അവൾ തരാന്ന് പറയുന്നേ. ഒരു 3 ലക്ഷം രൂപ വേണം നാൻസി. ശരി, വാട്സാപ്പിൽ ലൊക്കേഷൻ ഷെയർ ചെയ്യാം, ഞാൻ അയച്ചേക്കാം. താങ്ക്സ് നാൻസി. ഇതിനൊക്കെ എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല നാൻസി. ഒരുപാട് താങ്ക്സ് നാൻസി. താങ്ക് യു നാൻസി. നാൻസി, എന്താ അത്? ഞാൻ കിട്ടാൻ പോകുന്ന പെണ്ണിന് കാറാണ് ഇമ്പോർട്ടന്റ്. പക്ഷെ നാൻസി ലൊക്കേഷൻ ഷെയർ ചെയ്ത് അമൗണ്ട് അയക്കാന്ന് പറയുന്നു. എന്തൊക്കെയാടാ ഇത്? അളിയ, കൺഫേം ആയിട്ട് ഞാൻ ഒന്ന് ചെയ്യാൻ പോവാ. ഈ കല്യാണം ക്യാൻസൽ ചെയ്തിട്ട് ആരുടെ കാല് വേണമെങ്കിലും ഞാൻ നാൻസിയെ കെട്ടാൻ പോവാ. ഇങ്ങനത്തെ ഒരു സെൽഫിഷ് ആയി പെണ്ണിനെ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കാനാടാ? അളിയ, കോൾ വരുന്നു. അറ്റൻഡ് ചെയ്യും. ഹലോ, ആരാണ്? ഞാനാടാ മോനെ, ഫാദർ ഫ്രാൻസിസ്. പറയൂ ഫാദർ. നാൻസി ഫോൺ ചെയ്ത് 3 ലക്ഷം രൂപ പണമായിട്ട് വരാൻ പറഞ്ഞു. അതെ ഫാദർ. എവിടെയാ ഇരിക്കുന്നേ? കുംഭകോണം കോഫി ഷോപ്പിലാണ് ഫാദർ. ഞാൻ അവിടെ വന്നാൽ ലേറ്റ് ആവും. നിങ്ങൾ ഇവിടെ വന്നാലും ലേറ്റ് ആവും. ഡോക്ടറിന്റെ ബംഗ്ലാവ് എവിടെയാന്ന് ചോദിച്ച് അങ്ങോട്ടേക്ക് ഓക്കെ ഫാദർ, വന്നോളൂ ഫാദർ. സ്തുതിയായിരിക്കട്ടെ. അളിയ, നീ ഒരു കാര്യം ചെയ്യേ. നീ ഉടനെ തന്നെ മൈൽ സമയം മാട സമയം ഫോൺ ചെയ്ത് ആ 3 ലക്ഷം രൂപ ഡോക്ടർ ബംഗ്ലാവിൽ വാങ്ങിക്കാൻ പറ. അതോടെ പ്രശ്നം തീർന്നല്ലോ. നീ പറയും മെസ്സേജ് ചെയ്തു അളിയ. പക്ഷെ അവർക്ക് മെസ്സേജ് വായിക്കാൻ എടാ, മലയാളത്തിലെ മെസ്സേജ് അയച്ചത്. അത് വേഗം വാടാ, പോ. ശരിയാണ്.